ഇന്നൊരു വെറൈറ്റി ചിക്കൻ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണിത്. നമുക്കൊരു 2 ടീസ്പൂൺ ഓയിലിൽ തന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. 1.25 കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അധികം പുളിയില്ലാത്ത കട്ട തൈരാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്രീമാണ്. നമുക്ക് ഏത് ടൈപ്പ് ക്രീമും എടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ ഏത് ക്രീമായാലും കുഴപ്പമില്ല. ക്രീമും സെയിം അളവിൽ തന്നെ കേട്ടോ നമുക്ക് വേണ്ടത്. തൈരെടുത്ത അതേ സെയിം അളവിൽ തന്നെ 1/4 കപ്പ് ക്രീമും കൂടെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ വേണ്ടത് 1 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഈ ഒരു 3 ഐറ്റം മസാല ഇട്ട് നമുക്കിതിലേക്ക് വേണ്ടത്. പിന്നെ ഈ ഒരു ചിക്കനിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു കസൂരി മേത്തിയാണ്. ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവയില ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു മസാല ഒന്നും എണ്ണയിൽ പിടിക്കാതിരിക്കാനും അധികം ഓയിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്തത് ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് മസാല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് ഈ ഒരു മസാല പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചിക്കന് നമ്മൾ കഴുകിയ ശേഷം നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നാലും ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുള്ളൂ. അപ്പോൾ ചിക്കന് മൊത്തത്തിൽ മസാല കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ഒരു അളവ് കറക്റ്റാണ് കേട്ടോ ഈ ഒരു 1.25 കിലോ ചിക്കനിലേക്ക്. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കന് നന്നായിട്ട് മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കന് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിക്കന് ഞാൻ ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 4 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈയിങ് പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീയൊന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിന്ന് ഓരോ പീസ് ചിക്കനായിട്ട് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ വെച്ച് കൊടുത്ത ശേഷം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 4 പീസ് ചിക്കനായിട്ട് ഈ ഫ്രൈയിങ് പാനിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ചിക്കന് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. എയർ ഫ്രൈയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എയർ ഫ്രൈയറിൽ ഞാൻ 180ൽ ഒരു 20 മിനിറ്റ് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 180ൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കും. അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈയിങ് പാനിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എയർ ഫ്രയറിൽ വെച്ച് കൊടുത്ത ചിക്കൻ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ചിക്കൻ്റെ ആ ഒരു ഭാഗം കൂടെ ഒന്ന് 10 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൽ നമുക്കൊരു 20 മിനിറ്റാണ് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്ന ടൈം. അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈയിങ് പാനിലും ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു ഭാഗം കൂടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈയിങ് പാനിൽ നമുക്ക് 20 മിനിറ്റ് ടൈം തന്നെയാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷവും ഓയിൽ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ചിക്കനിൽ അങ്ങനെ എണ്ണ പിടിക്കൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായി ചിക്കൻ ടിക്കയാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഐറ്റം തന്നെയാണ്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാല അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചിക്കനും ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചിക്കനും രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിനൊന്നും മാറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.